ജ്ഞാനിയായ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഒരു ദിവസം കള്ളൻ കയറി. അപ്പോൾ അദ്ദേഹം നല്ല ഉറക്കിലായിരുന്നു. കള്ളം മുഴുവൻ പരിശോധിച്ച് ഒന്നും ലഭിച്ചില്ല. അങ്ങനെ മടങ്ങിപ്പോവാൻ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. കള്ളൻ ആകെ പേടിച്ചു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് ഒന്നുമില്ല, പക്ഷെ ഇവിടെ വന്ന ആരെയും ഞാൻ വെറും കൈയോടെ വിട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഉപദേശം തരാം. ഇനി മുതൽ മോഷണം ചെയ്യുമ്പോൾ അത് ചെയ്യുകയാണ് എന്ന ബോധ്യത്തോടു കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ കള്ളം മടങ്ങിപ്പോയി. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്ന് ഇദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, ഇപ്പം എനിക്ക് മോഷണം ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നിങ്ങളാണ്. മോഷണം ചെയ്യുകയാണ് എന്ന ബോധത്തോടു കൂടി ചെയ്യുമ്പോൾ എനിക്ക് കുറ്റബോധം നിറയുന്നു എന്ന് പറഞ്ഞു വരുന്നത് അവെയർനെസ്സിനെ കുറിച്ചാണ്. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അവെയറായിരിക്കുക എന്നുള്ളതിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. നമ്മളിപ്പോൾ ഓവർ തിങ്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ കുറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഞാൻ ഓവർ തിങ്ക് ചെയ്യുകയാണ് എന്ന അവെയർനെസ്സിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ലഹരിയിൽ അഡിക്റ്റഡ് ആണെങ്കിൽ അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ആദ്യത്തെ വഴി എന്ന് പറയുന്നത് ഞാൻ ഇതിൽ അഡിക്റ്റഡ് ആണ് എന്നുള്ള ബോധ്യം നമ്മളിൽ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ തന്നെ നമുക്കിതിനെ മാറ്റണം എന്നുള്ള ചിന്ത നമ്മളിൽ വന്നു തുടങ്ങും. അത് തന്നെയാണ് ആദ്യത്തെ മരുന്ന് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവെയറായിരിക്കുക എന്നുള്ളതിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. നഥാനിയൽ ബ്രാൻഡൻ എന്ന് പറഞ്ഞൊരു വ്യക്തി പറഞ്ഞൊരു വാചകമുണ്ട്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ് ചേഞ്ച് ഈസ് അവെയർനെസ്, ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ആക്സെപ്റ്റൻസ്. മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് അവെയർനെസ് ആണ്, രണ്ടാമത്തേത് എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ആണ് എന്നുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.